നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവിധ പ്രശ്നങ്ങൾ ചെയ്തിരുന്നു ഈ ചാനൽ വഴി. ഡി എയുടെ കാര്യം ചെയ്തിരുന്നു. 2 DA അവസാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവസാനം 1 DA കൊടുത്തു. എന്തായാലും 1 DA എങ്കിലും കൊടുത്തു. ജീവനക്കാർ അത്രയും സംതൃപ്തരാണ്. പങ്കാളിത്ത പെൻഷനെക്കുറിച്ച് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു. 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്നത്. അത് കേന്ദ്ര നാഷണൽ പെൻഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയൊക്കെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ തീരുമാനമൊക്കെ അനുസരിച്ച് വന്നതാണ് പങ്കാളിത്ത പെൻഷൻ. പല രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി, ചിലടത്ത് നടപ്പിലാക്കിയില്ല. എന്തായാലും കേരളത്തിൽ അത് നടപ്പിലാക്കില്ല. അതിന് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് കേരള സർക്കാർ പറഞ്ഞു. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക നമുക്ക് പെൻഷനായി തന്നെ ആളുകൾക്ക് കിട്ടുന്ന ഒരു മെച്ചപ്പെട്ട പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞ് സർക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്ത് എഴുതിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നടപ്പിലാക്കുമെന്നാണ്. പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിനോ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിക്കോ ഒരു കത്തും കേരളം അയച്ചിട്ടില്ല എന്നാണ് ധനവകുപ്പ് പറയുന്നത്. എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? എന്നാലും കീഴെ വിളിച്ച് ബദൽ മുന്നണി വിളിച്ച് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ, നവ ലിബറൽ നയങ്ങൾക്കെതിരെ ബദൽ സർക്കാരായി നിൽക്കുന്ന നമ്മുടെ സർക്കാരിന് കീഴെ വിളിക്കും. അതാണ് നമ്മുടെ അടിമത്വത്തിൻ്റെ മറ്റൊരു ഗതികേട്. സർവീസ് സംഘടനാ നേതാക്കളും അണികളും എന്നോട് പോർക്കുക, നമുക്ക് ഓണാഘോഷം നടത്താം. ഓണാഘോഷത്തിൻ്റെ തിരക്കിനിടയിൽ ഇങ്ങനൊരു വാർത്ത വന്നതാണ്. 2 ദിവസം അടച്ചിട്ടാണ് നമ്മൾ സ്വരാജ് ഭവനിൽ ഓണാഘോഷം നടത്തിയത്. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ചെയ്തതെന്നറിയാമോ? ജനങ്ങളൊക്കെ വഴിക്ക് പൊക്കോട്ടെ. മാതൃഭൂമിയൊക്കെ വലിയ വാർത്ത ചെയ്താലൊന്നും കാര്യമില്ല. ജനങ്ങളൊക്കെ പോട്ടെ. നമുക്ക് ഒരാഴ്ച വേണം നടത്താൻ. ഇതുപോലത്തെ ഒരാഴ്ച വേണം നമുക്ക് ഓണമൊക്കെ നടത്തേണ്ടത്. അല്ല 2 ദിവസമൊന്നുമല്ല. അത് അങ്ങനെ നടക്കട്ടെ. നിശ്ചിത പെൻഷൻ തുക ഉറപ്പാക്കുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നു. 2024 ഈ വർഷത്തെയും 2025 ബഡ്ജറ്റിൽ പ്രസംഗിച്ചു. ചുമ്മാ ബഡ്ജറ്റിൽ ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ച് തള്ളിമറിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതി UPS യൂണിഫൈഡ് പെൻഷൻ സ്കീമിൻ്റെ സമാനമായ ജീവനക്കാരുടെ പങ്കാളിത്തമുള്ള പുതിയ പെൻഷനാണ് ഇവിടുത്തെ അഷ്വേർഡ് പദ്ധതി എന്നാണ് പറഞ്ഞത്. അഷ്വേർഡ് പെൻഷൻ ഇതിൻ്റെ ശുപാർശകൾക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സംബന്ധിച്ച് വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലവിൽ അത് പ്രായോഗികമായ കടമ്പകൾ ഏറെയുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണ്. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പദ്ധതി പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിലും ഒരു കൃത്യത ഇപ്പോൾ നൽകാൻ കഴിയ അവസ്ഥയാണ്. 2013 ഏപ്രിൽ 1-നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാര്യത്തിൽ 13-ന് ശേഷം സർവീസിൽ പ്രവേശിച്ചെന്നവർക്കാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. സർക്കാരിൻ്റെ ഭീമമായ പെൻഷന് വേണ്ടി കൊടുക്കേണ്ട തുകയിൽ നിന്ന് ഒരു ബാധ്യത കുറയ്ക്കാനാണ് അങ്ങനെ ചെയ്തത്. സർക്കാർ സർവീസിൻ്റെ ആകർഷണത്വവും സുരക്ഷിതത്വമായിരുന്ന മെച്ചപ്പെട്ട പെൻഷൻ സംവിധാനം വന്നതോടെ പങ്കാളിത്ത പെൻഷൻ പ്രാബല്യത്തിൽ വന്നതോടെ അത് നഷ്ടമായി. നമ്മളിത് നേരത്തെ ചെയ്ത വീഡിയോ പറഞ്ഞ കാര്യമാണ്. പങ്കാളിത്ത പെൻഷന് വരെ ശമ്പളത്തിൻ്റെ 10% നാഷണൽ പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കുന്നുണ്ട്. തുല്യമായ തുക സർക്കാർ നൽകി. ഈ വിഭാഗത്തിലുള്ള ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ഉയർത്തുകയും ചെയ്തു. എന്നാൽ വിരമിച്ച ശേഷം വലിയൊരു ശതമാനം ജീവനക്കാർ നാമമാത്ര പെൻഷനെ ലഭിക്കുന്നുള്ളൂ എന്നതാണ് പദ്ധതിയിലെ പോരായ്മ. പങ്കാളിത്ത പെൻഷൻ വിഷയത്തിൽ സമരങ്ങളെ പിന്തുണച്ചിരുന്ന LDF അധികാരത്തിൽ വന്നപ്പോൾ മലക്കം മറിയുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഇങ്ങനെ പറയുന്നു, വഴിപാട് സമരങ്ങളൊക്കെ നടത്തി കുഞ്ഞു കുഞ്ഞു സമരങ്ങളുമായി പോകുന്നു. ഭരണകക്ഷി സംഘടനകൾ നമ്മളിപ്പോൾ വളരെ ഉറച്ച നിലയിൽ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചു. ബാക്കി പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും പങ്കാളിത്ത പെൻഷനൊക്കെ നടക്കട്ടെ. 1 DA കിട്ടിയിട്ടുണ്ട്. ആ 1 DA വെച്ച് നമുക്ക് 9 DAയുടെ ഓണം നടത്തണം. ലാൽ സലാം, ചലോ ചലോ രാജ്ഭവൻ. നമുക്ക് വളരെ കൃത്യമായി സമരങ്ങൾ വിളിക്കാം. പരമാവധി പൈസ എടുത്ത് ആളുകളെ നിന്ന് പിരിച്ച് DA 1% കൊടുത്തതിൻ്റെയും പേരിലും ജീവനക്കാരിൽ നിന്ന് കുറേ പൈസയൊക്കെ പിരിച്ച് നമുക്കിനിയും വലിയ ഫ്ലെക്സുകൾ വയ്ക്കാം. അതിൽ വളരെ വലിയ തോതിൽ നമ്മുടെ നേതാക്കളുടെ ചിത്രങ്ങൾ വയ്ക്കാം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ.